പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ യൂണിറ്റിൽ വൈദ്യുതിയുടെ ഫലങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വൈദ്യുതിയുടെ ഹീറ്റിംഗ് ഇഫക്റ്റ്, താപഫലത്തെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നൽകിയ അസൈൻമെൻറ്റുകളെല്ലാം തന്നെ നിങ്ങൾ ചെയ്തു കാണും, പഠിച്ചു കാണും എന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയ ചില മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, ഗണിത പ്രശ്നങ്ങൾ, അവയുടെ ശരിയായ ഉത്തരം ഇതാ കാണൂ. ആവശ്യമായ രേഖപ്പെടുത്തലുകൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നടത്തുക. ഇന്ന് നമ്മൾ വൈദ്യുതിയുടെ മറ്റൊരു ഇഫക്റ്റിനെ കുറിച്ച്, മറ്റൊരു ഫലത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ വൈദ്യുതിയുടെ ഒരു ഫലത്തെക്കുറിച്ച്, ഹീറ്റിംഗ് ഇഫക്റ്റിനെ കുറിച്ച് വിശദമായി പഠിച്ചു കഴിഞ്ഞു. അടുത്തതായി വൈദ്യുതിയുടെ പ്രകാശഫലം, ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പുരാതന കാലത്ത് മനുഷ്യൻ വെളിച്ചത്തിനു വേണ്ടി ഏതെല്ലാം സ്രോതസ്സുകൾ, സോഴ്സസ് ആണ് ഉപയോഗിച്ചിരുന്നത്? പറയാമോ? ശരിയാണ്, മണ്ണെണ്ണ വിളക്കുകൾ, എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്കുകൾ ഒക്കെയാണ് മനുഷ്യൻ പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ വൈദ്യുത പ്രകാശ സ്രോതസ്സുകൾ നിലവിൽ വന്നതോടുകൂടി മാനവ ചരിത്രത്തിൻ്റെ ഒരു നാഴികക്കല്ലായി അത് മാറി. നാം അതിന് കടപ്പെട്ടിരിക്കുന്നത് എക്കാലത്തെയും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ എന്ന വ്യക്തിയോടാണ്. അദ്ദേഹമാണ് ആദ്യമായി ഒരു വൈദ്യുത ബൾബ്, ഇലക്ട്രിക് ബൾബ്, ഇൻകാൻഡസെൻ്റ് ലാമ്പ് കണ്ടുപിടിച്ചു. എൻ്റെ കയ്യിൽ ഈ കാണുന്ന ബൾബ് നമുക്കെല്ലാം പരിചിതമായ ഒരു പ്രകാശ സ്രോതസ്സാണ്, ഒരു പ്രകാശിക സ്രോതസ്സാണ്, ലൈറ്റ് സോഴ്സ്. ഈ ബൾബിനെ ഒരു വൈദ്യുത സോഴ്സുമായി ബന്ധിപ്പിച്ചാൽ, അല്ലെങ്കിൽ ബൾബിലൂടെ കറണ്ട് കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് പ്രകാശം നമുക്ക് തരുന്നു. ഇവിടെ ഈ ബൾബിൽ നിങ്ങൾ എന്തെല്ലാമാണ് കാണുന്നത്? ഈ ബൾബിൻ്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? കറക്റ്റ്, ഒരു ഗ്ലാസ് ബൾബ്, ഹോൾഡർ, പിന്നെന്താ കാണുന്നേ? ബൾബിനകത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ? 2 കമ്പികൾ കാണുന്നുണ്ടല്ലേ? അത് കോപ്പർ കൊണ്ട് നിർമ്മിച്ച കമ്പികളാണ്. ആ 2 കമ്പികൾക്കിടയിലായി എന്ത് കാണുന്നു? ഒരു ഫിലമെൻ്റ് കാണുന്നുണ്ട്. ടങ്സ്റ്റൺ എന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച, ടങ്സ്റ്റൺ എന്ന ലോഹം കൊണ്ട് നിർമ്മിച്ച ഒരു ഫിലമെൻ്റാണത്. ആ ഫിലമെൻറ്റിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അത് വൈറ്റ് ഹോട്ടാവുന്നു. വൈറ്റ് ഹോട്ടായതിന് ശേഷം പ്രകാശം, വൈറ്റ് ലൈറ്റ് നമുക്ക് നൽകുകയാണ്. ധവളപ്രകാശം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഈ ടങ്സ്റ്റന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? നമ്മൾ സാധാരണ എല്ലാ ബൾബുകളിലും, ഇൻകാൻഡസെൻ്റ് ലാമ്പുകളിലെല്ലാം ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ്. എന്തുകൊണ്ടാണ്
ഈ ബൾബിന് ഇൻകാൻഡസെൻ്റ് ലാമ്പ് എന്ന പേര് വന്നത്? ഇൻകാൻഡസെൻ്റ് എന്ന വാക്കിനർത്ഥം ഗ്ലോയിങ് വിത്ത് ഹീറ്റ്, താപത്താൽ പ്രകാശിക്കുന്നത് എന്നാണ്. എന്താണ് നമ്മളിവിടെ ടങ്സ്റ്റൺ ഉപയോഗിക്കാൻ കാരണം? ടങ്സ്റ്റണ് ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്. പിന്നെ എന്തെങ്കിലും സവിശേഷതകളുണ്ടോ? ടങ്സ്റ്റണ് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്, അതായത് ഉയർന്ന ദ്രവണാങ്കം. ഇനിയുണ്ട് പ്രത്യേകതകൾ. ടങ്സ്റ്റൺ becomes white hot when current is passed through it. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഈ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ചുട്ടുപഴുത്ത് വെളുത്ത നിറമായി മാറും. പിന്നെ എന്തെങ്കിലും സവിശേഷതയുണ്ടോ ടങ്സ്റ്റണ്? ഇനിയുണ്ട് സവിശേഷതകൾ. ഇറ്റ് ഹാസ് ഹൈ ഡക്റ്റിലിറ്റി. എന്താ ഡക്റ്റിലിറ്റി? നേർത്ത കമ്പികളാക്കാനുള്ള കഴിവുണ്ട്. ഈ ഫിലമെൻറ്റിന് നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടുണ്ടോ? ബൾബ് നിങ്ങളിതാ ഒന്ന് നോക്കൂ, ഈ ബൾബിൻ്റെ ഫിലമെൻറ്റിലേക്ക് സൂക്ഷിച്ച് നോക്കൂ. അത് കോയിലാക്കി വച്ചിരിക്കുകയാണ് അല്ലേ? കോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ചുരുളാക്കി വച്ചിരിക്കുകയാണ്. ചില ബൾബുകളിൽ ചുരുളാക്കിയ ചുരുൾ നമുക്ക് കാണാം, കോയിൽഡ് കോയിൽ. എന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? ആ ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ നീളം കൂട്ടാൻ വേണ്ടി. അങ്ങനെ നീളം കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് ബൾബ് നിർമ്മിക്കാം. ബൾബിൻ്റെ പവർ വ്യത്യാസപ്പെടുത്തുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബൾബിനുള്ളിലെ ഫിലമെൻറ്റും അതിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന കോപ്പർ വയറും ഒക്കെ കണ്ടു. ഈ ബൾബിന് ഉൾവശത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് വായു പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു, കംപ്ലീറ്റ്ലി ഇവാക്വേറ്റഡ്. എയർ ഈസ് റിമൂവ്ഡ്. എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? നമുക്കറിയാമല്ലോ, എയറിൽ ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ ഈ ടങ്സ്റ്റൺ ഫിലമെൻറ്റുമായി റിയാക്ഷനിൽ ഏർപ്പെട്ട് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോകാനിടയുണ്ട്. ബട്ട് ടു അവോയ്ഡ് ഓക്സിഡേഷൻ ഓഫ് ദ ഫിലമെൻറ്റ് എയർ ഈസ് റിമൂവ്ഡ്. അപ്പോൾ ടങ്സ്റ്റൺ ഫിലമെൻറ്റിന് ഓക്സിഡേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എയർ റിമൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയർ റിമൂവ് ചെയ്തു എന്ന് നമുക്കറിയാം, മനസ്സിലായി. പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടോ? ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഫിലമെൻറ്റ് ബാഷ്പീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ബട്ട് ടു അവോയ്ഡ് വേപ്പറൈസേഷൻ ഓഫ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ്, ഇനർട്ട് ഗ്യാസസ് അറ്റ് ലോ പ്രഷർ ആർ ഫിൽഡ് ഇൻ ദ ഗ്ലാസ് ബൾബ്. ബാഷ്പീകരണം, ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ ബാഷ്പീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ബൾബിനകത്ത് കുറഞ്ഞ മർദ്ദത്തിൽ ചില അലസവാതകങ്ങൾ നിറച്ചിട്ടുണ്ട്. സാധാരണയായി ഇപ്പോൾ ബൾബുകളിൽ നിറച്ചിരിക്കുന്നത് നൈട്രജനാണ്. നൈട്രജൻ എന്തുകൊണ്ടാണ് നൈട്രജൻ നിറച്ചിരിക്കുന്നത്? പ്രകൃതിയിൽ നമുക്ക് യഥേഷ്ടം ലഭിക്കുന്ന ഒരു ഗ്യാസാണ് നൈട്രജൻ. വില കുറവുമാണ്. ചെറിയ താപനിലയിലുള്ള വ്യത്യാസം കൊണ്ട് നൈട്രജന് കാര്യമായ വികാസം ഉണ്ടാകുന്നില്ല. സ്മോൾ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ എക്സ്പാൻഷൻ ഓഫ് നൈട്രജൻ. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? വാട്ട് ഈസ് ദ വേർഡ് മീനിങ് ഇൻകാൻഡസെൻറ്റ്? കറക്റ്റ്, ഗ്ലോയിങ് വിത്ത് ഹീറ്റ്, താപത്താൽ പ്രകാശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബൾബ് കണ്ടുപിടിച്ചതിന് ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? തോമസ് ആൽവ എഡിസൺ. ഏതാണ്ട് 100 നൂറ്റാണ്ടോളം ലോകം മുഴുവൻ പ്രകാശം പകർന്ന ഒരു വൈദ്യുത സ്രോതസ്സാണ്
നമ്മുടെ ഇൻകാൻഡസെൻ്റ് ലാമ്പ്. ഇൻകാൻഡസെൻ്റ് ലാമ്പിന് ചില പരിമിതികളുണ്ട്. ഇതാ നോക്കൂ, ഞാൻ ഈ ബൾബ് പ്രകാശിപ്പിക്കുകയാണ്. അല്ലേ, പ്രകാശമുണ്ട് അല്ലേ? ഇനി ഒരാൾ വന്നതൊന്ന് തൊട്ട് നോക്കൂ. ആ, ചൂട് ഉണ്ട്, ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒരു ലോസാണ്. അപ്പോൾ വൈദ്യുതി കുറച്ച് നഷ്ടപ്പെടുന്നു. അപ്പോൾ മേജർ പോർഷൻ ഓഫ് ഇലക്ട്രിക് എനർജി ഈസ് ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അതുകൊണ്ട് തന്നെ വൈദ്യുതോർജം കൂടുതലായി ആവശ്യമുള്ള ഇക്കാലത്ത് ഇൻകാൻഡസെൻ്റ് ലാമ്പുകൾ ഇപ്പോൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നില്ല, കൂടുതലായി ഉപയോഗിക്കുന്നുമില്ല. ഈ വൈദ്യുത ബൾബ് ഇൻകാൻഡസെൻ്റ് ലാമ്പിന് ശേഷം കൂടുതൽ പ്രചാരമുണ്ടായ വൈദ്യുത പ്രകാശിക സ്രോതസ്സുകളാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ് നമുക്കെല്ലാവർക്കും അറിയാം. ചെറിയൊരു ട്യൂബ് ലൈറ്റ് എൻ്റെ കയ്യിലുണ്ട്. ട്യൂബ് ലൈറ്റിൻ്റെ വേറൊരു കോമ്പാക്റ്റ് രൂപമാണ് ഈ കാണുന്നത്, കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്, അതായത് CFL. കൂടുതൽ വൈറ്റ് ലൈറ്റ് നമുക്ക് ഈ CFLൽ നിന്നും അതുപോലെ തന്നെ ഫ്ലൂറസെൻ്റ് ലാമ്പുകളിൽ നിന്നും ലഭിക്കും. നമുക്കിതിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കാം. എല്ലാ ഡിസ്ചാർജ് ലാമ്പുകളുടെയും പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് കുഴൽ. ഈ ഗ്ലാസ് കുഴലിനെ നമുക്ക് പല ആകൃതിയിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ കണ്ടല്ലോ ഇതിൻ്റെ ആകൃതി. ഈ ഗ്ലാസ് കുഴൽ കോയിലായിരിക്കുന്ന ഒരു തരം CFLും ഉണ്ട്. ഇതിപ്പോൾ സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു ഗ്ലാസ് കുഴലാണ്. ഈ ഗ്ലാസ് കുഴലിൻ്റെ 2 അഗ്രങ്ങളിലായി 2 ലോഹ ഇലക്ട്രോഡുകൾ, ഇതിനകത്ത് 2 ലോഹ ഇലക്ട്രോഡുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചില ഗ്യാസസ് കുറഞ്ഞ മർദ്ദത്തിൽ, ചില വാതകങ്ങൾ കുറഞ്ഞ മർദ്ദത്തിൽ ഇതിനകത്ത് നിറച്ചിട്ടുമുണ്ട്. എങ്ങനെയാണ് ഒരു ഡിസ്ചാർജ് ലാമ്പ് പ്രകാശം പുറപ്പെടുവിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വൈദ്യുതി കടത്തിവിടുന്നതിനായി ടെർമിനലുകളുണ്ട്. ഇതിനെ നമ്മൾ സോക്കറ്റിൽ, ഹോൾഡറിൽ ഫിറ്റ് ചെയ്യും. ഇത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ഇലക്ട്രോഡുകളിലും ഉയർന്ന വോൾട്ടേജിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം അനുഭവപ്പെടും. അങ്ങനെ ഉയർന്ന വോൾട്ടേജിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം, ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള വാതക ആറ്റങ്ങൾ, ഏത് ഗ്യാസാണോ ഉള്ളത് അതിൻ്റെ ആറ്റങ്ങൾ എക്സൈറ്റ് ചെയ്യപ്പെടും, ഉത്തേജിക്കപ്പെടും. എങ്ങനെയാണ് ഈ ആറ്റങ്ങൾ എക്സൈറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഉത്തേജിക്കപ്പെടുന്നത്? നമുക്കറിയാം, ഒരു ആറ്റത്തിൽ മധ്യഭാഗത്തായി ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളുണ്ട് അല്ലെങ്കിൽ ഷെല്ലുകളുണ്ട്. ആ ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകൾക്ക് ഒരു പ്രത്യേക ഊർജമുണ്ട്. അതുകൊണ്ട് ഷെല്ലുകളെ നമ്മൾ ഊർജ്ജ നിലകളെന്നാണ് പറയുക, എനർജി ലെവൽസ്. ഇവിടെ ഹൈ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ഗ്യാസ് അയോണീകരിക്കപ്പെടുന്നു. ഈ അയോണുകൾ വളരെ വേഗത്തിൽ ഒരു ഇലക്ട്രോഡിൽ നിന്ന് മറ്റേ ഇലക്ട്രോഡിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അയോണീകരിക്കപ്പെടാത്ത വാതക ആറ്റങ്ങളുമായി കൂട്ടിയിടിക്കും. അങ്ങനെ കൂട്ടിയിടിക്കുന്ന സമയത്ത് അകത്തെ ഷെല്ലുകളിലുള്ള ഇലക്ട്രോണിന് കുറച്ച് എനർജി കിട്ടും. ആ ഇലക്ട്രോണുകൾ ഉയർന്ന ഷെല്ലുകളിലേക്ക് ജമ്പ് ചെയ്യും. അന്നേരം ആ സമയത്ത് നമുക്ക് ആറ്റം എക്സൈറ്റ് ചെയ്യപ്പെട്ട സ്ഥിതിയിലാണെന്ന് പറയാം, ഉത്തേജിക്കപ്പെട്ട സ്ഥിതിയിൽ. പക്ഷേ ഒരു ആറ്റത്തിന് കൂടുതൽ സമയം
ആ സ്ഥിതിയിൽ തുടരാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉയർന്ന ഷെല്ലിലേക്ക് ജമ്പ് ചെയ്ത ഇലക്ട്രോണുകൾ തിരികെ വരും, യഥാർത്ഥ ഷെല്ലിലേക്ക് വരും. അപ്പോൾ യഥാർത്ഥ ഷെല്ലിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? കുറച്ച് എനർജി കിട്ടിയത് കൊണ്ടാണല്ലോ ഈ ഇലക്ട്രോണുകൾ ജമ്പ് ചെയ്ത് ഉയർന്ന ഷെല്ലിലേക്ക് പോയത്. അപ്പോൾ തിരികെ വരുമ്പോൾ റിസീവ് ചെയ്ത എനർജി എന്ത് ചെയ്യണം? എമിറ്റ് ചെയ്യണം. കൂടുതൽ എനർജി കിട്ടിയാൽ ഉയർന്ന ഷെല്ലിൽ ഇരിക്കാനേ പറ്റൂ. പക്ഷെ ആ സ്ഥിതിയിൽ കൂടുതൽ നേരം നിൽക്കാൻ പറ്റത്തില്ല, സ്ഥിതി ചെയ്യാൻ ആറ്റത്തിന് സാധിക്കില്ല. അപ്പോൾ എന്തു ചെയ്യും? റിസീവ് ചെയ്ത എനർജി എമിറ്റ് ചെയ്തുകൊണ്ട് യഥാർത്ഥ ഷെല്ലിലേക്ക് വരും. അപ്പോൾ നമ്മൾ ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എത്തിയെന്ന് പറയും. ഊർജ നിലയിലുള്ള വ്യത്യാസം അനുസരിച്ച് ഈ ഡിസ്ചാർജ് ട്യൂബിൽ നിന്ന് നമുക്ക് ദൃശ്യപ്രകാശം, വിവിധ ദൃശ്യപ്രകാശം കിട്ടും, ഡിഫറൻറ്റ് കളേഴ്സ് കിട്ടും. മനസ്സിലായോ ആ ഭാഗം? ഒരു കൂടി പറഞ്ഞുതരാം. കെ ഷെല്ലിൽ നിന്ന് എൽ ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിന് ജമ്പ് ചെയ്യാം, തിരിച്ചു വരാം. കെ ഷെല്ലിൽ നിന്ന് എം ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിന് ജമ്പ് ചെയ്യാം, തിരിച്ചു വരാം. കെ ഷെല്ലിൽ നിന്ന് എനർജി കിട്ടുന്നതിനനുസരിച്ച് അടുത്ത ഷെല്ലിലേക്കും ജമ്പ് ചെയ്യാം, തിരിച്ചു വരാം. എൻ ഷെല്ലിലേക്കും ജമ്പ് ചെയ്യാം, തിരിച്ചു വരാം. അപ്പോൾ ആ എനർജി ലെവൽസിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് ഈ ഡിസ്ചാർജ് ലാമ്പിൽ നിന്നും കിട്ടുന്ന പ്രകാശത്തിൻ്റെ വർണ്ണവും വ്യത്യസ്തമായിരിക്കും. ക്ലിയർ ആയല്ലോ? നമ്മുടെ കടകളുടെയൊക്കെ ഷോപ്പുകളുടെയൊക്കെ പേര്, സൈൻ ബോർഡുകളിലൊക്കെ അക്ഷരങ്ങൾ ഒക്കെ തന്നെ ഈ വിവിധ വർണ്ണങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. അതെല്ലാം ഡിസ്ചാർജ് കുഴലുകളാണ്. പല ആകൃതിയിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഡിസ്ചാർജ് കുഴലുകളാണ്. നിങ്ങളിനി പട്ടണ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ, സിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ, വൈകുന്നേരങ്ങളിൽ പോകുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് ഇതിൻ്റെ മേന്മകൾ? ഈ ഡിസ്ചാർജ് ലാമ്പിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? നമ്മൾ കണ്ടു അല്ലേ നേരത്തെ നമ്മുടെ ബൾബ് പ്രകാശിപ്പിച്ചപ്പോൾ ഉള്ള ലൈറ്റ് എനർജിയും ഒരു ഫ്ലൂറസെൻ്റ് ലാമ്പ് പ്രകാശിപ്പിക്കുമ്പോൾ ഉള്ള ലൈറ്റിൻ്റെ സ്വഭാവവും നമുക്കിവിടെ കാണാം. ഏതാ മോർ വൈറ്റ്? ഇതാണ് അല്ലേ, അതായത് ഫ്ലൂറസെൻ്റ് ലാമ്പ് ഇതിൽ നിന്ന് കൂടുതൽ ധവളപ്രകാശം, വൈറ്റ് ലൈറ്റ് നമുക്ക് കിട്ടുന്നു. പിന്നെയോ ഈ ഇൻകാൻഡസെൻ്റ് ലാമ്പ് കൂടുതൽ ഷാഡോ ഉണ്ടാക്കാറുണ്ട്. അതായത് നിഴൽ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബൾബാണ് ഏതാ? പ്രകാശമാണ് ഇൻകാൻഡസെൻ്റ് ലാമ്പ് എന്നുള്ള പ്രകാശം. എന്നാൽ ഇതിൽ നിഴൽ മൂലമുള്ള അസൗകര്യം കുറവാണ്. നീളം കൂടിയ ഡിസ്ചാർജ് ലാമ്പിൽ നിന്നുള്ള പ്രകാശം നിഴൽ മൂലമുള്ള അസൗകര്യം നമുക്ക് കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിന് കുറേ പരിമിതികളുമുണ്ട്. ഒരു നേട്ടം കൂടിയുണ്ട്. ഡിസ്ചാർജ് ലാമ്പുകളുടെ ആയുസ് വളരെ കൂടുതലാണ്, ഏതാണ്ട് 5000 മണിക്കൂർ. നേരത്തെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ ആയുസ് ഏതാണ്ട് 1000 മണിക്കൂറാണ്. നമ്മുടെ ഇൻകാൻഡസെൻ്റ് ലാമ്പിൻ്റെ ആയുസ് 1000 മണിക്കൂറും ഡിസ്ചാർജ് ലാമ്പിൻ്റെ ആയുസ് ഏതാണ്ട് 5000 മണിക്കൂറുമാണ്. പിന്നെ ഇതിന് ചില പരിമിതികളുണ്ട്. ഇതിനകത്ത് ഒരു വെളുത്ത നിറം കാണുന്നുണ്ടല്ലോ, അതൊരു ഫ്ലൂറസെൻ്റ് പദാർത്ഥമാണ്. ഈ ഫ്ലൂറസെൻ്റ് പദാർത്ഥം നമ്മുടെ പ്രകൃതിക്ക് ഹാനികരമാണ്, ഹാംഫുൾ ടു എൻവയോൺമെൻറ്റ്. പിന്നെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടതും ഉണ്ട്. ഡിസ്ചാർജ് ലാമ്പുകളിൽപ്പെട്ടതാണ് ആർക്ക് ലാമ്പുകൾ. ആർക്ക് ലാമ്പുകൾ അതുപോലെ പലതരത്തിലുള്ള വേപ്പർ ലാമ്പുകളുണ്ട്. സോഡിയം വേപ്പർ ലാമ്പ്, നിയോൺ ലാമ്പ്, മെർക്കുറി ലാമ്പ് തുടങ്ങിയ ഒട്ടനവധി ഡിസ്ചാർജ് ലാമ്പുകൾ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പേജ് നമ്പർ 24 നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 24
QR കോഡ് സ്കാൻ ചെയ്ത് നോക്കുക. എന്നാൽ ഇന്ന് ഡിസ്ചാർജ് ലാമ്പുകൾക്കും ചില പരിമിതികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് വ്യാപകമായി നമ്മൾ ഉപയോഗിക്കുന്നത് LED ലൈറ്റുകളാണ്. അപ്പോൾ LED നമുക്കൊന്ന് പ്രകാശിപ്പിച്ച് നോക്കാം. നോക്കൂ, എൻ്റെ കയ്യിലുള്ള 2 പ്രകാശ സ്രോതസ്സും ലൈറ്റ് സോഴ്സസും LED-കളാണ്. ഒന്നിൽ നിന്ന് വൈറ്റ് ലൈറ്റ് ലഭിക്കുന്നു, ഒന്നിൽ നിന്ന് ഡിഫറൻറ്റ് കളേഴ്സ് ലഭിക്കും. 2 LED ലൈറ്റ് സോഴ്സസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? വളരെ കുറഞ്ഞ പവറിൽ ഇവ പ്രവർത്തിക്കും. വളരെ കുറഞ്ഞ പവറിൽ 2 വോൾട്ട്, 3 വോൾട്ട്, 4 വോൾട്ടിലൊക്കെ നമുക്ക് ഇവയെ പ്രവർത്തിപ്പിക്കാം. പവറും വളരെ കുറഞ്ഞ പവർ മതി. അപ്പോൾ എനർജി ക്രൈസിസ്, നമുക്ക് ഊർജ പ്രതിസന്ധി ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ ഈ LED നമ്മെ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് LED? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഈ ഓരോ ബൾബിനകത്തും കുറേയേറെ ധാരാളം LED ബൾബുകൾ അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. വൈദ്യുത സർക്യൂട്ടുകൾ ഉപയോഗിച്ച് അവയിലൂടെയുള്ള വൈദ്യുത പ്രവാഹം നമ്മൾ ക്രമീകരിക്കുന്നു. ഈ LED-ക്ക് ഒരുപാട് മേന്മകളുണ്ട്. കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഈസി ടു ഹാൻഡിൽ. റിക്വയർ സ്മോൾ ഇലക്ട്രിക് പവർ. എമിറ്റ്സ് മോർ ലൈറ്റ് വിത്ത് ലോ പവർ. വളരെ കുറഞ്ഞ പവറിൽ കൂടുതൽ പ്രകാശോർജ്ജം നമുക്ക് തരുന്നു. ഇറ്റ് ഹാസ് ലോങ്ങർ ലൈഫ്. പിന്നെയോ, ഇറ്റ് ഈസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി, നോട്ട് ഹാംഫുൾ ടു അവർ ഇക്കോസിസ്റ്റം. അങ്ങനെ ഒരുപാട് മേന്മകളുള്ള പ്രകാശ സ്രോതസ്സുകളാണ് LED-കൾ. ഇന്ന് വ്യാപകമായി നമ്മൾ ഉപയോഗിക്കുന്നത് LED-ആണ്. വൈദ്യുത പ്രതിസന്ധി നമുക്ക് ഒഴിവാക്കാൻ, കുറയ്ക്കാൻ LED ബൾബുകളുടെ ഉപയോഗമാണ് ഇന്ന് നമ്മുടെ ഗവൺമെൻറ് നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടുതലായി ഉപയോഗിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായും വൈദ്യുതിയുടെ ഹീറ്റിംഗ് ഇഫക്റ്റും ലൈറ്റിംഗ് ഇഫക്റ്റുമാണ് പഠിച്ചത്. ഹീറ്റിംഗ് ഇഫക്റ്റും ലൈറ്റിംഗ് ഇഫക്റ്റും. ഇനിയും ഒട്ടേറെ ഇഫക്ട്സ്, ഇലക്ട്രിസിറ്റിയുടെ ഇഫക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. വരുന്ന ക്ലാസ്സുകളിൽ വരുന്ന യൂണിറ്റുകൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അക്കാര്യം കൂടുതൽ ഇഫക്റ്റുകൾ പഠിക്കാൻ സാധിക്കും. ഈ ചാപ്റ്ററിൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ വളരെ വ്യക്തമായി പഠിക്കുക, അസൈൻമെൻറ്റുകൾ ശരിയായി ചെയ്യുക, നിങ്ങളുടെ അധ്യാപകരുമായി സംശയങ്ങൾ ചർച്ച ചെയ്യുക, വൈദ്യുതോർജ്ജത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. വൈദ്യുതോർജ്ജത്തിന് മറ്റ് ഊർജ്ജ രൂപങ്ങളെ അപേക്ഷിച്ച് ധാരാളം മേന്മകളുണ്ട്. ഏറ്റവും പ്രാധാന്യമുള്ള മേന്മ എന്ന് പറയുന്നത് ഇലക്ട്രിക് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു മെനി അതർ ഫോംസ് ഓഫ് എനർജി. വൈദ്യുതോർജ്ജത്തെ നമുക്ക് യഥേഷ്ടം മറ്റ് ഊർജ്ജ രൂപങ്ങളാക്കി മാറ്റാൻ സാധിക്കും. ഈ ചാപ്റ്ററിലുള്ള എല്ലാ QR കോഡുകളും നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കണം. സയൻസ് ഡയറി കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കണം. ഈ ചാപ്റ്റർ ഭംഗിയായി പഠിക്കുക,
ഉയർന്ന ഗ്രേഡുകൾ നിങ്ങൾക്ക് വരുന്ന SSLC പരീക്ഷയ്ക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.